നോമ്പ് തുറക്കുന്ന സമയത്ത് ദാഹവും ക്ഷീണവും ഒരുപോലെ മാറ്റാൻ പറ്റുന്ന ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആട്ടോ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാം. പിന്നെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെയാണ് കേട്ടോ ഇതിന്. ഞാനിപ്പോൾ ഇതാ തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. വത്തക്കാന്നിരിക്കില്ല ചിലരൊക്കെ പറയുക. ഇവിടെ തണ്ണിമത്തൻ എന്നാട്ടോ പറയുക. ഞങ്ങൾ 2 കപ്പ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കണം. മിക്സർ ജാറിലിട്ടിട്ട് അരച്ചെടുക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ലോണം ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് നല്ലോണം ഇറങ്ങിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇതിലൊരു 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ പശുവിൻ പാലാണ് കേട്ടോ. തേങ്ങാപ്പാലാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ കസ്കസ് അല്ലെങ്കിൽ ചിയാ സീഡ് കുറച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാണ് മെയിനായിട്ട് വേണ്ടത്. നന്നാരി സർബത്താണ് കേട്ടോ. ഇതുണ്ടല്ലോ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തോ. പക്ഷേ ഈ ഒരു സർബത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഈ ഒരു ഡ്രിങ്കിൻ്റെ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ആകെ മാറും. നമുക്ക് ഈ ചൂടിനും നോമ്പിനൊക്കെ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ഇനിയിപ്പോൾ കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ തണ്ണിമത്തൻ സർബത്ത് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാൻ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ.